കേരളത്തിന് പ്രിയങ്കരിയായ അഭിമാനമായ ഒരു സഹോദരിയുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ് ഞങ്ങൾ. ആ സഹോദരി ഇന്നൊരു പ്രതിരോധത്തിന്റെ പ്രതീകമാണ്. അവരുടെ പ്രതിരോധത്തിന്റെ പ്രതീകം തീർത്ത നാളം ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങുകയാണ്. ഈ നാളം അഗ്നിയായി, അഗ്നിഗോളമായി മനുഷ്യ മനസ്സാക്ഷി മരവിച്ചവരുടെ മുകളിൽ ആഞ്ഞു പതിക്കും. അതിന് ഉള്ള കൂട്ടായ്മയാണിത്. പൗരുഷം സ്ത്രീയെ കീഴ്പ്പെടുത്തുന്നതിലല്ല, സ്ത്രീയെ സംരക്ഷിക്കുന്നവനാണ് പുരുഷൻ. മറ്റൊരു യോഗത്തിൽ ഒരു ന്യായാധിപന്റെ പ്രസംഗം കേട്ടാണ് ഞാൻ വരുന്നത്. ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മറ്റൊരാളിൽ നിന്ന് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് എന്താപത്തോ അപകടങ്ങളോ ഉണ്ടായാലും ആത്മരക്ഷാവാദം ഉന്നയിച്ച് നമുക്ക് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സ്വത്തിനും ജീവനും അപകടമുണ്ടാകുന്ന അവസ്ഥകളിൽ നമുക്ക് പ്രതിരോധിക്കാം. നമ്മുടെ സ്വത്ത് നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ അഭിമാനവും മാനവും നമ്മുടെ സ്വത്താണ്. ആ സ്വത്ത് സംരക്ഷിക്കാൻ നമ്മൾ ഏതറ്റം വരെ പോയാലും നിയമസാധുതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മാതാക്കൾ, നമ്മുടെ അമ്മമാര് ഇതുപോലെയുള്ള മനുഷ്യരൂപം പൂണ്ട പിശാചുക്കളെ പ്രസവിക്കാതെ അമ്മപെങ്ങന്മാരെ സംരക്ഷിക്കുന്ന വീരപുത്രന്മാരെ പ്രസവിക്കട്ടെ. ഞങ്ങളുടെ സഹോദരിക്ക് പറ്റിയ ഈ ദുരന്തത്തിൽ അവരുടെ വേദനയോടൊപ്പം, അവരുടെ ദുഃഖങ്ങളോടൊപ്പം, അവരുടെ പ്രയാസങ്ങളോടൊപ്പം ഞങ്ങൾ അണിചേരുകയാണ്. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. നീ സമൂഹത്തിൽ ഒറ്റയ്ക്കല്ല. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം നിന്റെ ഒപ്പമുണ്ട്. അത് സിനിമാ പ്രവർത്തകരായും സാധാരണ ജനങ്ങളായും സാമാന്യ ജനമായാലും നിയമവും പോലീസും സർക്കാരും എല്ലാം നിന്റെ ഒപ്പമുണ്ട്. നീ പ്രതിരോധിക്കുക, നിന്റെ ഒപ്പം ഞങ്ങളുണ്ട് എന്നും. സ്ത്രീത്വത്തിന്റെ സംരക്ഷകനാണ് പുരുഷൻ. നന്ദി, നമസ്കാരം.